എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് 2024 ജൂണിലാണ്. അതായത് ഈ ജൂൺ ആകുമ്പോഴേക്കും ഏകദേശം 2 വർഷം. ഈ 2 വർഷത്തിനിടയിൽ ആകെ 150-ൽ താഴെ വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് എന്നെ വിളിക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം ഞാൻ ഒട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് എൻ്റെ ജോലിക്കിടയിൽ അല്ലെങ്കിൽ ട്രാവലിങ്ങിനിടയിൽ കോണ്ടന്റ്സ് ഉണ്ടാക്കാനാണ്. അതിൻ്റെയൊക്കെ കൂടെ തന്നെ വൃത്തിക്കൊരു മെന്റൽ ഹെൽത്ത് ഇല്ലാത്തതിന്റെ പ്രോബ്ലംസ് വേറെയും. എനിക്ക് ആദ്യത്തെ ഒരു 1000 ഫോളോവേഴ്സ് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ പതിയെ 1000 സബ്സ്ക്രൈബേഴ്സ് 10,000 ആയി. എനിക്ക് അറിയാത്ത ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ വീഡിയോസിന് താഴെ വന്ന് കോമന്റ് ചെയ്യാനും ഒക്കെ തുടങ്ങി. ഒട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യാത്ത എനിക്ക് നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടേക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇനി മുന്നോട്ട് എൻ്റെ ലൈഫിൽ ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷനും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് എൻ്റെ തീരുമാനം. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് സക്സസ്ഫുൾ ആവാനുള്ള കഴിവ് എനിക്ക് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബൈ ദ വേ, നമ്മുടെ ഗിവ് അവേയുടെ വിന്നറിനെ എപ്പോഴാണ് സെലക്ട് ചെയ്യുന്നതെന്ന് എന്നോട് ഒരുപാട് പേര് കോമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന ജൂൺ 30 ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുറച്ചധികം ദിവസങ്ങളായിട്ട് വർക്കിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് യാത്രയിലായിരുന്നു. ഞാൻ ഇപ്പൊ ഉള്ളത് മലപ്പുറത്താണ്. അവിടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടില് ഡിന്നറിന് പോവാട്ടോ. കുറച്ച് പ്രൈവസി റീസൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഒന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. കീപ് ഷൈനിങ്, കീപ് സപ്പോർട്ടിങ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.